ഹലോ ഗൈസ്, വെൽക്കം ടു സിംപ്ലി ഗോപികാസ് യൂട്യൂബ് ചാനൽ. അപ്പം ഇന്നൊരു റാൻഡം വ്ലോഗാണ് കേട്ടോ. വേറെ ഒന്നുമല്ല, എൻ്റെ ഹസ്ബൻഡ് ലഞ്ച് എടുക്കാൻ മറന്നു. അപ്പോൾ ഞാൻ പുള്ളിയെ വിളിച്ചു ചോദിച്ചു ലഞ്ച് എടുത്തില്ലല്ലോ എന്നൊക്കെ. അപ്പം പറഞ്ഞു ഇനിയിപ്പോൾ സാരമില്ല, രാത്രിയിൽ കഴിക്കാമെന്ന്. പക്ഷെ അതല്ലല്ലോ അതിൻ്റെ ശരി. രാവിലെയാണല്ലോ, രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് പോയതാണേ. അപ്പം വൈകിട്ട് വരെ വിശന്നിരിക്കുന്നത് അത്ര നല്ല കാര്യമല്ല. സോ ഐ തോട്ട് ഐ ഗിവ് ഹിം എ സർപ്രൈസ്. വരുന്നല്ല, ഞാൻ ഓഫീസിൽ പോയി ലഞ്ച് കൊടുക്കാം എന്ന് വിചാരിച്ചു കേട്ടോ. എന്തായാലും എനിക്ക് പുറത്തിറങ്ങാനൊരു പ്ലാൻ ഉണ്ടായിരുന്നു. അപ്പം ഒരു റീസണും ഇല്ലാത്ത പുറത്തിറങ്ങുന്നതിൽ നല്ലതല്ലേ എന്തെങ്കിലുമൊക്കെ ഒരു റീസണോടുകൂടി പുറത്തിറങ്ങുന്നത്. അപ്പം ഞാൻ വിചാരിച്ചു നിങ്ങളെയും കൂടെ ഈ സിഡ്നിയും ആ ഓഫീസ് ഏരിയയൊക്കെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ പോയാലോ? ലെറ്റ്സ് ഗോ. ഇവിടുന്ന് ഡയറക്റ്റ് മെട്രോ ഉണ്ട് കേട്ടോ ചേട്ടൻ്റെ ഓഫീസിലേക്ക്. പക്ഷേ ഞങ്ങളുടെ അപ്പാർട്ട്മെൻറ്റിൽ നിന്ന് മെട്രോ സ്റ്റേഷൻ വരെ ഏതാണ്ട് 1 കിലോമീറ്റർ ഉണ്ട്. ഇന്ന് എനിക്ക് അത്രയും നടക്കാനുള്ള ഒരു കപ്പാസിറ്റി ഇല്ല. അതുകൊണ്ട് ഞാൻ വിചാരിച്ചേക്കുന്നത് ബസ് കയറി മെട്രോ സ്റ്റേഷനിൽ ഇറങ്ങാമെന്നാണ്. ആ കാണുന്നതാണ് ബസ് സ്റ്റോപ്പ്. ശരിക്കും ആ വഴി കൂടെയാണ് ഞങ്ങൾ മെട്രോ സ്റ്റേഷനിലോട്ട് നടന്നു പോകുന്നത് കേട്ടോ. അപ്പുറത്ത് ഓപ്പോസിറ്റുള്ള വഴി കൂടെ അത്യാവശ്യം നല്ല ദൂരമുണ്ട്. ഇതെനിക്ക് തീരെ വയ്യ, അല്ലെങ്കിൽ ഞാൻ നടന്ന് പോയേനെ. സാധാരണ അങ്ങനെയാണ് പോകാറ്. ഇവിടെ ബസ്സസിൻ്റെ ലിസ്റ്റ് എഴുതിയിട്ടുണ്ട് കേട്ടോ. കണ്ട, എനിക്ക് ഇതിലേത് ബസ് കയറിയാലും മതി, കാരണം എല്ലാം മെട്രോ സ്റ്റേഷനിലോട്ടായിരിക്കും. അപ്പം ഇന്ന് വീക്ക് ഡേ ആണ്. വീക്ക് ഡേയിൽ ഇപ്പോൾ സമയം 11:03. അപ്പം 11:03 ഇവിടെ 11:09 ബസ്സുണ്ട്. ഓക്കെ, വെയിറ്റ് ചെയ്യാം. അപ്പോൾ 11:09 കേട്ടോ ബസ്. വെയിറ്റ് ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. ഇവിടെ ആരും ഇല്ല കേട്ടോ. ഈ സമയത്ത് അങ്ങനെ ആരെയും കാണാൻ കിട്ടത്തില്ല, കാരണം എല്ലാവരും വർക്കിനൊക്കെ പോയിട്ടുണ്ടാവും. ഞങ്ങളുടെ തൊട്ട് ഫ്രണ്ടിൽ കൂടാണ് കേട്ടോ മെട്രോ പോകുന്നത്. പക്ഷെ എന്ത് ചെയ്യാനാ, സ്റ്റേഷൻ അങ്ങ് ദൂരെ ആയിപ്പോയി. ഞാൻ എപ്പോഴും വിചാരിക്കാറുണ്ട് അവർക്ക് സ്റ്റേഷൻ ഇങ്ങോട്ടേക്ക് ആക്കിക്കൂടിയെന്ന്. 11:08 ആയി കേട്ടോ. നമുക്ക് നോക്കാം 11:09 തന്നെ ബസ് വരുമോയെന്ന് നമുക്ക് നോക്കാം. മെട്രോ ഒക്കെ ആണെങ്കിൽ ഭയങ്കര കൃത്യസമയമാണ്. പക്ഷെ ഈ ബസ് കുറച്ച് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറാൻ ചാൻസ് ഉണ്ട്. ബസ് ഇതുവരെ വന്നില്ല ഗൈസ്. 11:11 ഇതിലും നല്ലത് നടന്നു പോകുന്നേ ആയിരുന്നു. ഇഷ്ടം പോലെ ബസ്സുണ്ട്. അതല്ലേലും അങ്ങനെയാണല്ലോ. ഇപ്പുറത്തെ സൈഡിൽ നിൽക്കുമ്പോൾ അവിടെ നിന്നായിരിക്കും ബസ്, അപ്പുറത്തെ സൈഡിൽ നിൽക്കുമ്പോൾ ഇങ്ങോട്ടായിരിക്കും ബസ്. എന്താ അല്ലേ? നീ നോക്ക്, എത്ര ബസ്സുകളാണ് പോകുന്നത്. ഇതിൽ ഒരെണ്ണമെങ്കിലും ഇങ്ങോട്ട് വന്നിരുന്നെങ്കിൽ. ഫൈനലി ഒരു ബസ് കിട്ടി. ഇനി ഒരു 2 മിനിറ്റിനുള്ളിൽ നമ്മൾ മെട്രോ സ്റ്റേഷനിൽ ആയിരിക്കും. ഈ കാണുന്നതാണ് നമ്മുടെ മെട്രോ സ്റ്റേഷൻ. രണ്ട് ഡയറക്ഷൻ ഉണ്ട്. ഒന്ന് സിഡ്നം, ഒന്ന് തലവോങ്ങും, ഒന്ന് സിഡ്നം. നമുക്ക് പോകേണ്ടുന്നത് സിഡ്നം ഡയറക്ഷനിലേക്കാണ്. 2 മിനിറ്റിനുള്ളിൽ മെട്രോ ഉണ്ടെന്നാണ് പറയുന്നത്. ആളുകൾ ഒക്കെ കുറവാണ് ഈ സമയത്ത്. അങ്ങനെ ആൾക്കാർ ഉണ്ടാവാറില്ല. ഞാനിപ്പോൾ സംസാരിക്കുന്നതൊക്കെ കട്ട് ചെയ്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ബാക്ക്ഗ്രൗണ്ട് നോയ്സാണ്. അതുകൊണ്ട് ഞാൻ വോയിസ് ഓവർ തരാമെന്ന് വിചാരിച്ചു. ഞാനിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പണ്ട് ഈ മെട്രോ ചാറ്റ്സ്വുഡ് എന്ന് പറഞ്ഞ സ്ഥലം വരെ ഉള്ളായിരുന്നുള്ളൂ. അതായത് ഇപ്പോഴത്തെ എൻ്റെ ഹസ്ബൻഡിൻ്റെ ഓഫീസ്.
ഈ അടുത്തിടയ്ക്കാണ് അത് എക്സ്റ്റെൻഡ് ചെയ്ത് സിഡ്നം വരെ ആക്കിയത്. അതേതായാലും ഞങ്ങൾക്ക് ഭയങ്കര ഉപകാരമായ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ടാണെങ്കിൽ സിറ്റി വരെ പോകണമെങ്കിൽ ഞങ്ങൾ ഇവിടുന്ന് മെട്രോ കയറി എപ്പിങ്ങിൽ ഇറങ്ങി, എപ്പിങ്ങിൽ നിന്ന് പിന്നെ വേറെ ട്രെയിൻ കയറി സെൻട്രലിലൊക്കെ എത്താൻ പറ്റുമായിരുന്നുള്ളൂ. പക്ഷേ ഇപ്പം ഡയറക്റ്റ് ഞങ്ങൾക്ക് ഈ മെട്രോ കയറി സെൻട്രലിൽ ഇറങ്ങാൻ പറ്റും. അത് ഇനിയും എക്സ്റ്റെൻഡ് ചെയ്യുന്നെന്നാണ് കേട്ടത്. ഏതായാലും ഞാനിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ചാറ്റ്സൂട്ടിലേക്കാണ്. അത് ഏകദേശം ഒരു 35 മിനിറ്റ്സ് എടുക്കും. പാളി ഗൈസ്, എൻ്റെ ഹസ്ബൻഡ് ഇപ്പം വിളിച്ചു കേട്ടോ. അപ്പം ഞാൻ എടുത്തപ്പം ഈ മെട്രോയിലെ ശബ്ദം കേട്ടോ. അപ്പോൾ പാരമറ്റേ പോകുന്ന ഞാൻ ആദ്യം പറഞ്ഞത്. പക്ഷെ പാരമറ്റേ പോകാൻ വേണ്ടിയിട്ട് എനിക്ക് മെട്രോ കയറേണ്ട ആവശ്യമില്ല. അപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചത് നീ എന്തിനാ പാരമറ്റേ പോകുന്നതിന് മെട്രോ കയറുന്നത്? അപ്പോൾ എനിക്കൊരു കൃത്യമായിട്ടൊരു ഉത്തരം പറയാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞു ഞാൻ അങ്ങോട്ടേക്ക് വരുവാണ്. കാരണം പുള്ളിക്കാരൻ ഓൾസോ മെൻഷൻ പുറത്തു പോയി ഫുഡ് കഴിക്കാൻ പോവാണ്. അപ്പം ഞാൻ അവിടെ പോകുന്നത് വേസ്റ്റാൻ പറ്റും. അവിടെ ഞാൻ പറഞ്ഞു ഞാൻ അങ്ങോട്ടേക്ക് വരുന്നു. സർപ്രൈസ് ഫ്ലോപ്പായി. അങ്ങനെ ഒരു 35 മിനിറ്റിന് ശേഷം ഞാൻ ചാറ്റ്സൂട്ട്. ഈ ചാറ്റ്സൂട്ടിൽ കൂടുതലും ചൈനീസാണ് കേട്ടോ. ഇവിടെ താമസിക്കുന്ന കൂടുതൽ പേരും റിച്ചുമാണ്. നമ്മുടെ നാട്ടിലെ ബാംഗ്ലൂരൊക്കെ ഇല്ലേ, അതുപോലത്തെ ഒരു സ്ഥലം എന്ന് വേണമെങ്കിൽ പറയാം. ഇവിടെ ഫേമസ് ആയിട്ടുള്ള വലിയ വലിയ ബിഗ് കമ്പനീസൊക്കെ ഇവിടാണ് കേട്ടോ. അതുകൊണ്ട് ഇവിടുത്തെ റെൻ്റൊക്കെ ഭയങ്കര എക്സ്പെൻസീവാണ്. ഞാൻ ഇവിടെ ആയിരുന്നു കേട്ടോ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. എൻ്റെ ഹസ്ബൻഡ് വർക്ക് ചെയ്തിരുന്ന അതേ കമ്പനിയിൽ തന്നെയായിരുന്നു ഞാൻ ഒരു കാലത്ത് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. ഈ വഴിയൊക്കെ നടക്കുമ്പോൾ എനിക്ക് പഴയ ഓർമ്മകളൊക്കെ വരുന്നു. ഒരുപാട് കാലമൊന്നും ആയില്ല, എന്നാലും ഐ ആം എക്സൈറ്റഡ്. ഈ ഒരു പ്ലേസ് ഉണ്ടല്ലോ, ആവശ്യത്തിൽ കൂടുതൽ തണുപ്പാണ്, ഭയങ്കര തണുപ്പാണ്. കണ്ടില്ലേ, കാറ്റില്ലേ, ഇവിടെ ഭയങ്കര തണുപ്പാണ് കേട്ടോ. ഈ ചാറ്റ്സൂട്ടിൽ പൊതുവെ മറ്റു സ്ഥലങ്ങളിലേക്കാളും കുറച്ച് തണുപ്പ് കൂടുതലാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. മെട്രോ സ്റ്റേഷനിൽ നിന്ന് ഒരു 5 മിനിറ്റ് നടന്നാൽ മതി കേട്ടോ ആ ബിൽഡിങ്ങിൽ എത്താനായിട്ട്. ആണ് ചേട്ടൻ്റെ ഓഫീസുള്ള ബിൽഡിംഗ്. ദി സെനിത്ത് എന്നാണ് പറയുന്നത്. അകത്ത് കയറിയിട്ട് പുള്ളിനെ വിളിക്കാം. കറങ്ങുന്ന ഡോറ്. എത്തിയിട്ടുണ്ട്. വലിയ കാര്യത്തെ ലഞ്ച് കൊണ്ടു കൊടുത്ത ഞാൻ ആരായി. ഇപ്പൊ പറയാം നമുക്ക് പുറത്ത് പോയിട്ട് ഒന്ന് കറങ്ങിയിട്ടൊക്കെ വരാന്ന്. എന്നാ ആയിക്കോട്ടെ എന്ന് ഞാനും വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ ചാറ്റ്സ്ബുക്ക് മാർക്കറ്റിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് അവർ ടെമ്പററിയാണ് ഇതൊക്കെ സെറ്റപ്പ് ചെയ്യുന്നത്. ഇത് തേഴ്സ്ഡേയും ഫ്രൈഡേയും മാത്രമേ ഉള്ളൂ കേട്ടോ. കൂടുതലും ചൈനീസാണ് ഇവിടെ. അപ്പം ചൈനീസിൽ എഴുതിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ അവർക്ക് ഫുഡ് ഉണ്ടാവും, പിന്നെ എന്തെങ്കിലുമൊക്കെ ഡെസേർട്ട്സ് ഐറ്റംസ് ഉണ്ടാവും, ഹാൻഡ് മെയ്ഡ് ഐറ്റംസ് ഒക്കെ ഉണ്ടാവും കേട്ടോ. ഇങ്ങനെ കണ്ടു കിടക്കാൻ നല്ലതാണ്, പക്ഷെ നല്ല എക്സ്പെൻസീവ് ആണ് കേട്ടോ. പക്ഷെ ആൾക്കാർ ഇത് വാങ്ങാറുണ്ട്. ഭയങ്കര തിരക്ക് കണ്ടില്ലേ, ഈ ഒരു ഏരിയയിൽ ഭയങ്കര തിരക്കായിരിക്കും ഈ സമയത്ത്. ഒന്നാമത് ലഞ്ച് ടൈം കൂടെ ആണല്ലോ. ഇവിടെ വെളുത്തുള്ളിയൊക്കെ ഉണ്ട്. വെളുത്തുള്ളി $25 per kg. ആഹാ, ഇഞ്ചി ഉണ്ടല്ലോ. ഈ ഇത്രയും വലിയ ഇഞ്ചി ഉണ്ടോ? വെണ്ടയ്ക്ക. എന്തൊരു വലിയ കുന്തിരിങ്ങയാണിത്, നോക്കിക്കേ. അത് ഫ്രൂട്ട്സ് ആണോ?
അവിടുന്ന് ഒരു തൊപ്പി ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു $40. കൊള്ളാം. ഇതാണ് ഇവിടെ വെസ്റ്റ് ഫീൽഡും ഉണ്ട്. ഇതിപ്പോഴത്തെ ഇതിന്റെ പേരെന്തായിരുന്നു? ഈ ഡോളിന്റെ പേരെന്തായിരുന്നു? ലല്ലു എന്ത് ഒരു ഫേമസ് ഡോളാണ്. കോക്കോ മെലൺ അല്ല, ഇപ്പോഴത്തെ ഒരു ട്രെൻഡാണ് ആൾക്കാരത് ഉണ്ടാക്കുന്നത്. പ്ലാന്റ്സ് എന്താണ്? ഹണി. കുറെ നേരം അവിടെ കറങ്ങി നടന്നപ്പോൾ ഞങ്ങൾക്ക് തോന്നി വെസ്റ്റ് ഫീൽഡ് ഒന്ന് കയറാന്ന് കേട്ടോ. അവിടുത്തെ JB Hi-Fiയിൽ ഒന്ന് പോയി എനിക്ക് ഈ ഫോൺ കേസ് വാങ്ങിച്ചാൽ കൊള്ളാമെന്നുണ്ട്. അപ്പം എന്തായാലും ഇവിടം വരെ വന്നതല്ലേ, അപ്പോൾ പിന്നെ അതുകൂടെ വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. ഭയങ്കര വലിയ വെസ്റ്റ് ഫീൽഡാണ് കേട്ടോ ഇത്. ഇവിടെ ഇല്ലാത്തതായിട്ടൊന്നുമില്ല. ടോക്കിയോ ജപ്പാൻ. ഹായ്. നല്ല ഭംഗിയുണ്ട് ഗൈസ്. എനിക്ക് ഈ സമയമായപ്പോഴത്തേന് എനിക്ക് നല്ല വിശപ്പ് കേട്ടോ. ഭയങ്കരമായിട്ട് വിശക്കുന്നുണ്ട്. എന്തെങ്കിലും ഒന്ന് കഴിച്ചിട്ടാവാം ഇനി അടുത്ത പദ്ധതി എന്ന് വിചാരിച്ചാൽ പറ്റത്തില്ല. ചേട്ടനിപ്പം ഓഫീസിൽ കയറണം. അപ്പോൾ അതിന് മുന്നേ എൻ്റെ ഫോൺ കേസ് വാങ്ങിക്കാം എന്നാണ് കേട്ടോ ഇപ്പോൾ പ്ലാൻ ചെയ്തേക്കുന്നത്. പക്ഷേ ഞാനെന്തെങ്കിലും കഴിച്ചിട്ടേ പോകൂ. വീട്ടിൽ ചെന്നിട്ട് കഴിക്കാനുള്ള എനർജി എനിക്ക് കാണത്തില്ല. ഇവിടുന്ന് വല്ലതും കഴിച്ചിട്ട് വേണം പോവാൻ. ഗൈസ്, ഞാൻ പോസ്റ്റായി വീണ്ടും ഇൻ ബിറ്റ്വീൻ ഓഫീസിൽ നിന്ന് ആരോ വിളിച്ചു കേട്ടോ. അപ്പം സംസാരിച്ചുകൊണ്ട് നിൽക്കുക. എനിക്ക് വിശന്ന് കാണാൻ വയ്യ. പെർഫ്യൂംസിൻ്റെ കടയാണ് ഗൈസ് ഇത്. പെർഫ്യൂംസിൻ്റെ കട. നല്ല മണമൊക്കെ ഉണ്ട്. JB Hi-Fi 5th floor. അപ്പോൾ നമുക്കിനി അങ്ങോട്ടേക്ക് പോവാം, JB Hi-Fiയിലോട്ട്. ഇനി ഇവിടെ നിന്ന് സമയം കളയണ്ട. എനിക്ക് എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കാനും തോന്നും കേട്ടോ ഇവിടെ നിന്ന് കണ്ടു കഴിയുമ്പോൾ. അതുകൊണ്ട് നമുക്ക് ഡയറക്റ്റ് JB Hi-Fiയിലോട്ട് പോവാം. ഈ കൺട്രി റോഡ് എന്നെ മാടി മാടി വിളിക്കുന്ന അകത്തുള്ള തുണികളൊക്കെ കണ്ടിട്ട് എനിക്ക് വാങ്ങാൻ തോന്നുന്നു ഗൈസ്. പക്ഷെ ഈ സാറയും ഉണ്ട്. ഇതെന്താണിത്? മനുഷ്യനെ ചീത്തയാക്കുന്ന എല്ലാ കാര്യങ്ങളും ഉണ്ടല്ലോ ഇവിടെ. ഞാനൊരു ഷോപ്പ് ഹോളിക്കല്ല, പക്ഷേ കാണുമ്പം എനിക്കത് വാങ്ങാൻ തോന്നും. ഞാൻ അധികം ഇങ്ങനെ ഷോപ്പിൽ പോയി ഇങ്ങനെ കറങ്ങി അടിച്ച് നടന്ന് അങ്ങനെ വാങ്ങിക്കുന്ന ഒരാളല്ല. എനിക്കത് ഇഷ്ടമല്ല. പക്ഷെ കാണുമ്പം എന്താണെന്നറിയത്തില്ല, ഒരു ത്വര. ഒന്ന് പോയി നോക്കുക, ഒന്ന് ഇട്ട് നോക്കുക, അതൊക്കെ. ദാറ്റ്സ് ഇറ്റ്. മെക്ക മാക്സിമ. ഇവിടെ എനിക്ക് വരണം എന്ന് ഞാൻ വെച്ചുകൊണ്ടിരുന്നതാണ്. എനിക്കിവിടെ ഒരു എല്ലാ ബർത്ത്ഡേസിന് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഓഫർ കാണും. പക്ഷെ എനിക്ക് അന്ന് ബർത്ത്ഡേയുടെ അന്ന് എനിക്കിവിടെ വരാൻ പറ്റിയില്ല. എനിക്ക് ഇവിടുന്ന് ഒരു ഫൗണ്ടേഷൻ ഞാൻ നോക്കി വെച്ചതാണ്. എനിക്കത് വാങ്ങണമെന്നുണ്ട്. ബർത്ത്ഡേയുടെ അന്ന് വന്നിരുന്നെങ്കിൽ എനിക്ക് നല്ല ഓഫർ കിട്ടിയേനെ. പോട്ടെ, സാരമില്ല, പിന്നീട് ഒരിക്കൽ വരാം. ഇവിടെ എനിക്ക് വരാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടം എൻ്റെ ഫ്രണ്ടിൻ്റെ കൂടെ വരാനാണ് കേട്ടോ. അവളുടെ കൂടെ പോയി കഴിഞ്ഞാൽ കുറേ ടൈം എടുത്ത് ഇങ്ങനെ നോക്കിയൊക്കെ വാങ്ങിക്കാം. അങ്ങനെ JB Hi-Fi എത്തി. കേസ് വാങ്ങിയില്ല ഗൈസ്, കാരണം
ഇവിടെ തുറന്ന് നോക്കാൻ പറ്റത്തില്ല. എൻ്റെ ഇപ്പോഴത്തെ മെയിൻ പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അഡാപ്റ്റർ, ഇപ്പം മൈക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു അഡാപ്റ്റർ കയറുന്നില്ല കേസ് ഉണ്ടെങ്കിൽ. അപ്പോൾ അതിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു കേസ് വാങ്ങാനാണ് ഞങ്ങൾ വന്നത്. പക്ഷേ അവർക്ക് തുറന്ന് നോക്കാതെ ഇതറിയാൻ പറ്റത്തില്ലല്ലോ, അവർക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ തുറന്ന് നോക്കാനും പറ്റത്തില്ല. തുറന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്കത് വാങ്ങേണ്ടി വരും. അപ്പം ആ കാര്യം ഫ്ലോപ്പായി. തിരിച്ചു പോകാമെന്ന് വിചാരിച്ചു. ഗൈസ്, സ്വർണത്തെ പോലെ ഇരിക്കുന്ന നമ്മുടെ സ്വർണ്ണല്ലേ? 24 ക്യാരറ്റ് ആണ്. എന്ത് അല്ല, അത് ഓക്കെ. ഓക്കെ, അപ്പൊ സ്വർണം തന്നെയാണ്. കൊള്ളാല്ലേ? ഹായ്, ഇതൊക്കെ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന പോലെ തോന്നുന്നു. ഇത് ഡയമണ്ട്സ് ആയിരിക്കും, ഇത് പേള്. അങ്ങനെ വെസ്റ്റ് ഫീൽഡിൽ നിന്ന് ഇറങ്ങി ഞാൻ എന്ത് കഴിക്കണം എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാനൊരു റാപ്പ് കിട്ടുന്ന സ്ഥലത്താണ് വന്നിരിക്കുന്നത്. പണ്ടൊരിക്കൽ ഞാൻ ഇവിടെ നിന്ന് വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് വലിയൊരു പ്രശ്നമായിട്ട് തോന്നിയില്ല. എനിക്ക് ഈ ഫുഡിൻ്റെ കാര്യത്തിൽ ഞാൻ ഭയങ്കര ചൂസിയാണ് കേട്ടോ. അതുകൊണ്ട് പുതിയ കാര്യങ്ങൾ ട്രൈ ചെയ്യാൻ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അങ്ങനെ കുറേ നേരത്തെ തീരുമാനത്തിന് ശേഷം ഞാൻ ചിക്കൻ റാപ്പ് വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. ചിക്കൻ റാപ്പ്. ഫൈനലി ഫുഡ് റെഡിയായി. ഞങ്ങളിവിടെ സൈഡിൽ ഇരുന്നാണ് കേട്ടോ കഴിക്കുന്നത്. ഇവിടെ ഇരുന്നാണ് എല്ലാവരും കഴിക്കുന്നത്. ഇവിടെ സ്ട്രീറ്റിൽ ഇരുന്ന് തന്നെ കഴിക്കാനുള്ള സൗകര്യങ്ങളുണ്ട്, ഇവിടെ ഇരിക്കാനൊക്കെ ഉള്ള. അപ്പം അവിടെ ഇരുന്ന് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട്. എനിക്ക് എങ്ങനെയാണ് വലിയൊരു കടി അടിക്കേണ്ടതെന്ന് അറിയത്തില്ല. കുഴപ്പമില്ല, ഞാൻ കഴിച്ചിട്ട് വരാം കേട്ടോ. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു കേട്ടോ. അതിൻ്റെ ഒരു സന്തോഷമാണ് എൻ്റെ മുഖത്ത് കാണുന്നത്. ഇപ്പം എനിക്ക് എന്തെങ്കിലും കുടിക്കാൻ തോന്നുന്നു. ചേട്ടൻ പോയി, ഞാനിവിടെ ഒറ്റയ്ക്ക് ഇങ്ങനെ ഇരിക്കുകയാണ്. ഇനി എന്ത് ചെയ്യാം എന്ന് വിചാരിച്ചുകൊണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു എന്തെങ്കിലും ജ്യൂസോ അങ്ങനെ വല്ലതും കുടിക്കാമെന്ന്. ഒരു ക്രേവിങ്സ്. എന്തായാലും വീട്ടിൽ ചെന്നിട്ട് പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. അപ്പം ഞാൻ വിചാരിച്ചു ഇവിടെ കുറച്ചുകൂടെ ഒന്ന് എക്സ്പ്ലോർ ചെയ്തിട്ട് പോകാമെന്ന്. 2 ഓപ്ഷനാണ് ഞാനിപ്പോൾ എനിക്ക് കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഒരു കരിമ്പിൻ്റെ ജ്യൂസ് കിട്ടും കേട്ടോ. അന്ന് ഞാൻ തേഴ്സ്ഡേ മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ചെനിക്ക് വന്നിട്ടുണ്ട്. പക്ഷെ ഭയങ്കര നഷ്ടമായിരുന്നു. അപ്പോൾ എനിക്ക് അങ്ങോട്ടേക്ക് പോകാനും തോന്നുന്നില്ല. പക്ഷെ കരിമ്പിൻ ജ്യൂസ് കുടിക്കാനും തോന്നുന്നു. പിന്നെ ഞാൻ വിചാരിച്ചിരിക്കുന്നത് വെസ്റ്റ് ഫീൽഡിൽ ഒരു ജ്യൂസ് കടാൻ കണ്ടായിരുന്നു. അപ്പം അവിടെ പോയി കഴിച്ചാലോ എന്നും എനിക്കുണ്ട് ആഗ്രഹമുണ്ട് കേട്ടോ. ഇവിടെ ഭയങ്കര വേർത്തുണ്ടായിരുന്നു. വളരെ ചെറിയ കണ്ടെയ്നറായിരുന്നു ഒരു $7 കിട്ടിയത്. അതെനിക്ക് ഭയങ്കര വിഷമമായി. ഞാൻ വിചാരിച്ചേക്കുന്നത് വെസ്റ്റ് ഫീൽഡിൽ ജ്യൂസ് കടയുണ്ട്, അവിടെ പോയി കഴിക്കാമെന്നുള്ളത്. സോറി, ഇപ്പോഴത്തെ പ്ലാൻ. അപ്പം ഞാൻ ആ ചെറുക്കനെ ചെന്നിടിച്ച റൈസ്. അങ്ങനെ ഞാൻ വീണ്ടും വെസ്റ്റ് ഫീൽഡിൽ വന്നു. ഇടിയ വള്ളി കാലെ ചുറ്റി ഗൈസ് തോണ്ട കാണുന്ന ആ കടയാണ് ഞാൻ ലക്ഷ്യമിട്ട് നടക്കുന്നത്. ഇപ്പം ബൂസ്റ്റ് എന്നാണ് പറയുന്നത്. ഓക്കെ, സോ ജ്യൂസ് ഈസ് റെഡി. ഞാൻ വാങ്ങിയത് ഇമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞ ഒരു ജ്യൂസാണ് കേട്ടോ.
അതിൽ എന്തോ വാട്ടർമെലൺ ഉണ്ട്, സ്ട്രോബെറീസ് ഉണ്ട്, ഓറഞ്ച് ഉണ്ട്, പിന്നെ അത് ഇമ്മ്യൂണിറ്റി ബൂസ്റ്റർ സംതിങ് അങ്ങനെ എന്തൊക്കെയോ അറിയത്തില്ല. അത് മീഡിയം ഗ്ലാസ് ആണ് കേട്ടോ വാങ്ങിയത്. $9 ആയി. ലെറ്റ്സ് സീ അത് വർത്താണോ അല്ലയോ എന്ന് നമുക്ക് നോക്കാം. അതോ എനിക്ക് അബദ്ധം പറ്റിയോ എന്നും എനിക്കറിയത്തില്ല. ഇനി എങ്ങനെയെങ്കിലും ഒന്ന് തിരിച്ചിറങ്ങണം. അത് എവിടെ നിന്നാണ് ഇറങ്ങേണ്ടത്? ഓക്കെ, ഐ ഫൗണ്ട് ഇറ്റ്. കൊള്ളാം, റിഫ്രഷിംഗ് ആണ് കേട്ടോ. ജ്യൂസൊക്കെ കുടിച്ച് കഴിഞ്ഞിട്ട് ഞാൻ കുറേ നേരം ഇങ്ങനെ വെറുതെ ഇരുന്ന് കേട്ടോ. ഇനി പ്രത്യേകിച്ച് പണിയൊന്നുമില്ല, വീട്ടിലേക്ക് തിരിച്ച് പോകാം. നല്ലൊരു ദിവസമായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒറ്റയ്ക്കൊക്കെ ഇറങ്ങണം, നല്ലതായിരിക്കും. അപ്പോൾ ഈ വീഡിയോയിൽ ഇത്രയൊക്കെ ഉള്ളൂ. See you in my next vlog. Ta-ta.